ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC വിൻസോൺ. വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാർച്ച് 16 മുതൽ മാർച്ച് 22 വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കാം. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം വളർത്താൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം വളർത്താൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി ആരംഭിക്കുന്ന ക്യാമ്പയിന്റെ പേരാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. 2025 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് KP സുധീര. 2025 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് KP സുധീര. പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് സ്കീമിനായുള്ള ആദ്യത്തെ ഫെസിലിറ്റേഷൻ സെന്റർ നിലവിൽ വരുന്നത് കൊൽക്കത്ത. പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് സ്കീം എന്ന് പറയുന്നത് രാജ്യത്തെ 1 കോടിയോളം വരുന്ന യുവാക്കൾക്ക് ഇന്റേൺഷിപ്പിനുള്ള അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ്. പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് സ്കീമിനായുള്ള ആദ്യത്തെ ഫെസിലിറ്റേഷൻ സെന്റർ നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണ്. അടുത്തിടെ ലണ്ടനിലേക്ക് പച്ചപ്പപ്പായ കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഒഡീഷ. അടുത്തിടെ ലണ്ടനിലേക്ക് പച്ചപ്പപ്പായ കയറ്റുമതി ചെയ്ത സംസ്ഥാനമാണ് ഒഡീഷ. അടുത്തിടെ ബജറ്റ് ലോഗോയിൽ നിന്നും ദേവനാഗരിയിലുള്ള രൂപചിഹ്നം മാറ്റിയ സംസ്ഥാനം തമിഴ്നാട്. അടുത്തിടെ ബജറ്റ് ലോഗോയിൽ നിന്നും ദേവനാഗരിയിലുള്ള രൂപചിഹ്നം മാറ്റിയ സംസ്ഥാനമാണ് തമിഴ്നാട്. 2025 ബോംഗോ സാഗർ നാവികാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കപ്പൽ INS രൺവീർ. 2025 ബോംഗോ സാഗർ നാവികാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കപ്പലിന്റെ പേരാണ് INS രൺവീർ. സ്പേസ് എക്സിന്റെ ക്രൂ 10 ദൗത്യം വിക്ഷേപിച്ചത് 2025 മാർച്ച് 14. സ്പേസ് എക്സിന്റെ ക്രൂ 10 ദൗത്യം വിക്ഷേപിച്ചത് 2025 മാർച്ച് 14. 2025 ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ്. 2025 ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ്. 2025 IPL സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിനെ നയിക്കുന്നത് അക്സർ പട്ടേൽ. 2025 IPL സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിനെ നയിക്കുന്നത് അക്സർ പട്ടേൽ. അടുത്തിടെ IPL നിന്നും വിലക്ക് ലഭിച്ച ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ഹാരി ബ്രൂക്ക്. അടുത്തിടെ IPL നിന്നും വിലക്ക് ലഭിച്ച ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരമാണ് ഹാരി ബ്രൂക്ക്. ഇന്ത്യ ആദ്യമായി ഹോക്കി ലോകകപ്പ് നേടിയത് 1975. ഈ പോയിന്റ് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്താൻ കാരണം ഇന്ത്യ ആദ്യമായി ഹോക്കി വേൾഡ് കപ്പ് നേടിയതിന്റെ 50ാം വാർഷികമാണ് 2025. 2025 വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഇന്ത്യ. 2025 വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഇന്ത്യ. ഗ്രീസിന്റെ പുതിയ പ്രസിഡന്റ് കോൺസ്റ്റന്റൈൻ ടാസോലസ്. ഗ്രീസിന്റെ പുതിയ പ്രസിഡന്റാണ് കോൺസ്റ്റന്റൈൻ ടാസോലസ്. സെൻട്രൽ ബാങ്കിംഗ് ലണ്ടൻ ഏർപ്പെടുത്തിയ 2025 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരത്തിന് അർഹത നേടിയത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്കിംഗ് ലണ്ടൻ ഏർപ്പെടുത്തിയ 2025 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരത്തിന് അർഹത നേടിയത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2025 അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൽ കണ്ടെത്തിയ പുതിയ സസ്യം ഉനിയാല കേരളൻസിസ്. 2025 അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൽ കണ്ടെത്തിയ പുതിയ സസ്യത്തിന്റെ പേരാണ് ഉനിയാല കേരളൻസിസ്. അടുത്തിടെ ആലപ്പുഴ മങ്കൊമ്പിലെ നെൽവിത്ത് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തുകൾ പുണ്യ ആദ്യ. അടുത്തിടെ ആലപ്പുഴ മങ്കൊമ്പിലെ നെൽവിത്ത് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തുകളുടെ പേരുകളാണ് പുണ്യ ആദ്യ. 2025 ഇന്ത്യയിൽ നിന്നും യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട സ്ഥലങ്ങൾ കാംഗർ വാലി നാഷണൽ പാർക്ക്, മുതുമൽ മെഗാലിത്തിക് മെൻഹിർ, അശോക ശാസനങ്ങൾ, ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ, ഗുപ്ത കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങൾ, ബുന്ദേല കൊട്ടാരങ്ങൾ. 2025 ഇന്ത്യയിൽ നിന്നും യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട സ്ഥലങ്ങളാണ് കാംഗർ വാലി നാഷണൽ പാർക്ക്, മുതുമൽ മെഗാലിത്തിക് മെൻഹിർ, അശോക ശാസനങ്ങൾ, ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ, ഗുപ്ത കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങൾ, ബുന്ദേല കൊട്ടാരങ്ങൾ. ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗ് 2025 ജേതാക്കൾ മുംബൈ ഇന്ത്യൻസ്, റണ്ണറപ്പ് ഡൽഹി ക്യാപിറ്റൽസ്. ഫൈനലിലെ താരം ഹർമൻപ്രീത് കൗർ. മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗർ. ടൂർണമെന്റിലെ താരം നാറ്റ് സ്കീവർ ബ്രണ്ട്. മുംബൈ ഇന്ത്യൻസ് താരമാണ് നാറ്റ് സ്കീവർ ബ്രണ്ട്. ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗ് 2025 ജേതാക്കൾ മുംബൈ ഇന്ത്യൻസ്, റണ്ണറപ്പ് ഡൽഹി ക്യാപിറ്റൽസ്. ഫൈനലിലെ താരം ഹർമൻപ്രീത് കൗർ. ടൂർണമെന്റിലെ താരം നാറ്റ് സ്കീവർ ബ്രണ്ട്. 2025 ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ ജേതാക്കളായത് ഇന്ത്യ. 2025 ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ ജേതാക്കളായത് ഇന്ത്യ. 2025 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ലാൻഡോ നോറിസ്. 2025 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവാണ് ലാൻഡോ നോറിസ്. 144ാമത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷന്റെ വേദി ഗ്രീസ്. 144ാമത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷന്റെ വേദിയാകുന്നത് ഗ്രീസാണ്. 2025 മാർച്ചിൽ അന്തരിച്ച ഒഡിയ കവി
രമാകാന്ത രത്ത്. 2025 മാർച്ചിൽ അന്തരിച്ച ഒഡിയ കവിയാണ് രമാകാന്ത രത്ത്. കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷണറുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനുമുള്ള പദ്ധതി കുളിർമ. കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷണറുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനുമുള്ള പദ്ധതിയാണ് കുളിർമ. കേരള സർവകലാശാല ONV പുരസ്കാരം 2021 ലഭിച്ചത് MK സാനു, 2022 M മുകുന്ദൻ. കേരള സർവകലാശാല ONV പുരസ്കാരം 2021 MK സാനു, 2022 M മുകുന്ദൻ. 2025 ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായത് ഗായത്രി ചക്രവർത്തി സ്പിവാക്. ഹോൾബർഗ് പുരസ്കാരം എന്ന് പറയുന്നത് നോർവേ ഗവൺമെന്റ് നൽകുന്ന ഒരു പുരസ്കാരമാണ്. മാനവികത, സാമൂഹ്യശാസ്ത്രം, നിയമം, തിയോളജി എന്നീ വിഷയങ്ങളിലെ ഗവേഷണ സംഭാവനകളെ അടിസ്ഥാനമാക്കി നൽകുന്ന പുരസ്കാരമാണ്. 2025 ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായത് ഗായത്രി ചക്രവർത്തി സ്പിവാക്. അടുത്തിടെ പിരിച്ചുവിടാൻ തീരുമാനിച്ച അമേരിക്കൻ മാധ്യമ ശൃംഖല വോയിസ് ഓഫ് അമേരിക്ക. അടുത്തിടെ പിരിച്ചുവിടാൻ തീരുമാനിച്ച അമേരിക്കൻ മാധ്യമ ശൃംഖലയാണ് വോയിസ് ഓഫ് അമേരിക്ക. 100 ദിവസത്തിലധികം ഒരു വ്യക്തിയെ അതിജീവിക്കാൻ സഹായിച്ച ടൈറ്റാനിയം കൃത്രിമ ഹൃദയം ബിവാക്കോർ. 100 ദിവസത്തിലധികം ഒരു വ്യക്തിയെ അതിജീവിക്കാൻ സഹായിച്ച ടൈറ്റാനിയം കൃത്രിമ ഹൃദയത്തിന്റെ പേരാണ് ബിവാക്കോർ. 2025 ഇംഗ്ലീഷ് ലീഗ് കപ്പിൽ ജേതാക്കളായത് ന്യൂകാസ്റ്റിൽ. 2025 ഇംഗ്ലീഷ് ലീഗ് കപ്പിൽ ജേതാക്കളായത് ന്യൂകാസ്റ്റിൽ. 2025 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. 2025 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. 2025 മാർച്ചിൽ അന്തരിച്ച സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തി AK പുതുശ്ശേരി മാസ്റ്റർ. 2025 മാർച്ചിൽ അന്തരിച്ച സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് AK പുതുശ്ശേരി മാസ്റ്റർ. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ദേബേന്ദ്ര പ്രധാൻ. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയാണ് ദേബേന്ദ്ര പ്രധാൻ. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് നടത്തുന്നത് കൊച്ചി. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് നടത്തുന്നത് കൊച്ചി. കിതൂർ പക്ഷിഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. ഈ പോയിന്റ് കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്താൻ കാരണം കിതൂർ പക്ഷിഗ്രാമത്തെ ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. കിതൂർ പക്ഷിഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പുതിയ പ്രധാനമന്ത്രി സ്റ്റുവാർട്ട് റിച്ചാർഡ് യങ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് സ്റ്റുവാർട്ട് റിച്ചാർഡ് യങ്. ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2024. മികച്ച പുരുഷ താരം ഹർമൻപ്രീത് സിംഗ്, മികച്ച വനിതാ താരം സവിത പൂനിയ. ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2024. മികച്ച പുരുഷ താരം ഹർമൻപ്രീത് സിംഗ്, മികച്ച വനിതാ താരം സവിത പൂനിയ. ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി. ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി. ലിയോ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന പുസ്തകം രചിച്ചത് PS രാമൻ. ലിയോ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന പുസ്തകം രചിച്ചത് PS രാമൻ. 2025 മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 274. 2025 മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 274. സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയത് 2025 മാർച്ച് 19. 2024 ജൂൺ 5-നാണ് സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് പോകുന്നത്. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലാണ് സുനിത വില്യംസും സഹയാത്രികനായ വുച്ച് വിൽമോറും തിരിച്ചെത്തിയത്. സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയത് 2025 മാർച്ച് 19. 2025 കബഡി ലോകകപ്പ് വേദി ഇംഗ്ലണ്ട്. 2025 കബഡി ലോകകപ്പ് വേദിയാണ് ഇംഗ്ലണ്ട്. അടുത്തിടെ ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച ഇന്ത്യൻ ദീർഘദൂര ഓട്ടക്കാരി അർച്ചന ജാദവ്. അടുത്തിടെ ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച ഇന്ത്യൻ ദീർഘദൂര ഓട്ടക്കാരിയാണ് അർച്ചന ജാദവ്. കടലേറ്റത്തിന് കാരണമാകുന്ന തിരമാലകളെക്കുറിച്ച് പഠിക്കാനും കടലേറ്റ മുന്നറിയിപ്പുകൾ നൽകുന്നതിനുമായുള്ള പ്രത്യേക ഉപകരണങ്ങൾ അടുത്തിടെ സ്ഥാപിക്കപ്പെട്ടത് വിഴിഞ്ഞം. കടലേറ്റത്തിന് കാരണമാകുന്ന തിരമാലകളെക്കുറിച്ച് പഠിക്കാനും കടലേറ്റ മുന്നറിയിപ്പുകൾ നൽകുന്നതിനുമായുള്ള പ്രത്യേക ഉപകരണങ്ങൾ അടുത്തിടെ സ്ഥാപിക്കപ്പെട്ടത് വിഴിഞ്ഞത്താണ്. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് G ശശിധരൻ. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് G ശശിധരൻ. സ്വകാര്യ ഡേ കെയറുകൾക്ക് തുല്യമായി കുഞ്ഞുങ്ങൾക്ക് പകൽ സംരക്ഷണം നൽകുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതി അങ്കണവാടി കം ക്രഷ്. സ്വകാര്യ ഡേ കെയറുകൾക്ക് തുല്യമായി കുഞ്ഞുങ്ങൾക്ക് പകൽ സംരക്ഷണം നൽകുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് അങ്കണവാടി കം ക്രഷ്. വിദ്യാഭ്യാസത്തിലും തൊഴിലിലും തദ്ദേശ സ്ഥാപനങ്ങളിലും OBC സംവരണം 42% ആക്കുന്നതിനുള്ള ബില്ല് പാസാക്കിയ സംസ്ഥാന നിയമസഭ തെലങ്കാന.
വിദ്യാഭ്യാസത്തിലും തൊഴിലിലും തദ്ദേശ സ്ഥാപനങ്ങളിലും OBC സംവരണം 42% ബില്ല് പാസാക്കിയ സംസ്ഥാന നിയമസഭ തെലങ്കാന. ഇന്ത്യയിലെ ആദ്യ PPP ഹരിതമാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കുന്നത് ഇൻഡോർ. PPPയുടെ ഫുൾ ഫോം പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്നാണ്. ഇന്ത്യയിലെ ആദ്യ PPP ഹരിതമാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കുന്നത് ഇൻഡോർ. അസമിൽ ബ്രൗൺഫീൽഡ് അമോണിയ യൂറിയ കോംപ്ലക്സ് സ്ഥാപിതമാകുന്നത് നംരൂപ്. അസമിൽ ബ്രൗൺഫീൽഡ് അമോണിയ യൂറിയ കോംപ്ലക്സ് സ്ഥാപിതമാകുന്നത് നംരൂപ്. സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉപകരണങ്ങളിലെ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം 1000 രൂപ. സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉപകരണങ്ങളിലെ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം 1000 രൂപ. അടുത്തിടെ IOCയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി പ്രഖ്യാപിക്കപ്പെട്ടത് തോമസ് ബാച്ച്. അടുത്തിടെ IOCയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി പ്രഖ്യാപിക്കപ്പെട്ടത് തോമസ് ബാച്ച്. പൂർണ്ണമായും AI ഉപയോഗിച്ച് ഒരു പതിപ്പ് പ്രസിദ്ധീകരിച്ച ലോകത്തെ ആദ്യ ദിനപത്രം ഇൽ ഫ്ലോഗിയോ. പൂർണ്ണമായും AI ഉപയോഗിച്ച് ഒരു പതിപ്പ് പ്രസിദ്ധീകരിച്ച ലോകത്തെ ആദ്യ ദിനപത്രം ഇൽ ഫ്ലോഗിയോ. അഭിപ്രായ സ്വാതന്ത്ര്യ സൂചിക 2025 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ. അഭിപ്രായ സ്വാതന്ത്ര്യ സൂചിക 2025 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ. 2025 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ. 2025 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയമാണ് എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ. വരുണ നാവിക അഭ്യാസം 2025 വേദി ഇന്ത്യ. വരുണ നാവിക അഭ്യാസം 2025 വേദി ഇന്ത്യ. അടുത്തിടെ വിവിധ ആകാശഗംഗകളുടെ ചിത്രം പകർത്തിയ ബഹിരാകാശ ദൂരദർശിനി യൂക്ലിഡ്. അടുത്തിടെ വിവിധ ആകാശഗംഗകളുടെ ചിത്രം പകർത്തിയ ബഹിരാകാശ ദൂരദർശിനിയാണ് യൂക്ലിഡ്. കേരള സംസ്ഥാന വയോജക കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കിയത് 2025 മാർച്ച് 19. കേരള സംസ്ഥാന വയോജക കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കിയത് 2025 മാർച്ച് 19. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റ് കിർസ്റ്റി കോവൻട്രി. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റാണ് കിർസ്റ്റി കോവൻട്രി. 2025 ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ഉപദേശകനായി ചുമതലയേറ്റ മുൻ ISRO ചെയർമാൻ S. സോമനാഥ്. 2025 ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ഉപദേശകനായി ചുമതലയേറ്റ മുൻ ISRO ചെയർമാനാണ് S. സോമനാഥ്. 2025 ഉപലോകായുക്തമാരായി സത്യപ്രതിജ്ഞ ചെയ്തത് വി ഷെർസി അശോക് മേനോൻ. 2025 ഉപലോകായുക്തമാരായി സത്യപ്രതിജ്ഞ ചെയ്തത് വി ഷെർസി അശോക് മേനോൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇന്ദ്രാനിൽ ഭട്ടാചാര്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഇന്ദ്രാനിൽ ഭട്ടാചാര്യ. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. വടക്കേ ഇന്ത്യയിലെ ആദ്യ ന്യൂക്ലിയർ പവർ പ്രൊജക്ട് നിലവിൽ വരുന്നത് ഹരിയാന. വടക്കേ ഇന്ത്യയിലെ ആദ്യ ന്യൂക്ലിയർ പവർ പ്രൊജക്ട് നിലവിൽ വരുന്നത് ഹരിയാന. ഗ്രാമയാത്ര എന്ന പെയിന്റിംഗ് വരച്ചത് MF ഹുസൈൻ. ഗ്രാമയാത്ര എന്ന പെയിന്റിംഗ് വരച്ചത് MF ഹുസൈൻ. 2025 പുറത്തുവിട്ട വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സന്തുഷ്ടമായ രാജ്യം ഫിൻലൻഡ്. 2025 പുറത്തുവിട്ട വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സന്തുഷ്ടമായ രാജ്യം ഫിൻലൻഡ്. സ്പേസ് എക്സിന്റെ ട്രാൻസ്പോർട്ടർ ദൗത്യത്തിന്റെ ഭാഗമായി 2025 വിക്ഷേപിച്ച കേരളത്തിൽ നിന്നുള്ള ഉപഗ്രഹം നിള. സ്പേസ് എക്സിന്റെ ട്രാൻസ്പോർട്ടർ ദൗത്യത്തിന്റെ ഭാഗമായി 2025 വിക്ഷേപിച്ച കേരളത്തിൽ നിന്നുള്ള ഉപഗ്രഹമാണ് നിള. ആതിഥേയർക്ക് ശേഷം 2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ ആദ്യ ടീം ജപ്പാൻ. ആതിഥേയർക്ക് ശേഷം 2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ ആദ്യ ടീമാണ് ജപ്പാൻ. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് BCCI പ്രഖ്യാപിച്ച സമ്മാനത്തുക 58 കോടി രൂപ. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് BCCI പ്രഖ്യാപിച്ച സമ്മാനത്തുകയാണ് 58 കോടി രൂപ. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഉജ്ജ്വല. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ് ഉജ്ജ്വല.